അല്ലെങ്കിൽ എനിക്ക് മുമ്പേടാ നിനക്കൊക്കെ തുടക്കത്തിലുള്ള ഒരു ആവേശം കാണും. അതെ, തേങ്ങയുടെ ആളെ കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മാവൻ പറയണേ. ശരിയാ മാവ, ക്ലീറ്റോ ആളെ നോക്കാഞ്ഞിട്ടല്ല, കിട്ടണ്ടേ ആരെങ്കിലും. സപ്പോർട്ട് ചെയ്യാൻ ഒരു ഭാര്യ. ഒരുത്തനെ കിട്ടിയാൽ തന്നെ 100 രൂപയും 2 തേങ്ങ അവന് കൊടുക്കണം. പിന്നെ ഇതിൽ എന്താണ് ലാഭം? അപ്പൊ സത്യം പറഞ്ഞ ഈ കച്ചവടം ചീറ്റി അല്ലേ? അങ്ങനെയും പറയാം. അതെ, തേങ്ങ തരാന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. തേങ്ങ അവർ മറിച്ചു കൊടുത്തോട്ടെ, എന്തോ പറയാനെന്നാണ്. അതെ, അത് ചിലർക്ക് ചിലത് പറഞ്ഞിട്ടുണ്ട്. അണക്ക് ഈ നാട്ടുകാരെ പറ്റിക്കലും ആ അഴിഞ്ഞ രാഷ്ട്രീയത്തിൽ കടന്ന് കളിക്കാനാ യോഗം. എന്റെ അമ്മാവൻ ദേവി അത് ശവത്തെ കുത്തല്ലേ. എന്താടാ കിട്ടിയോ? അതെയാ? ആ മിടുക്കൻ മിടുക്കൻ. ആ പെട്ടെന്നുണ്ടോ? വാ വാ വാ, പോരട്ടെ പോരട്ടെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ എന്നാ. കിട്ടി, ആളെ കിട്ടി. ആ നമ്മുടെ ഒരു പഴയ പാർട്ടിക്കാരനാ, പൊന്നപ്പൻ പൊന്നപ്പൻ. അവരെ കിട്ടി. അതൊക്കെ തപ്പി എടുത്ത് നമ്മളെ പിള്ളേര്. അത് എന്റെ പാർട്ടിയുടെ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതാണ്. നടരാജനും കൂട്ടരൊക്കെ അല്ലേ, അത് നടക്കുന്നൊന്നുമില്ല. എന്റെ അമ്മാവ എന്തെങ്കിലും പറഞ്ഞ് അതിന് ഉടനെ പിന്തിരിപ്പിക്കല്ലേ. ഒരു പ്രോത്സാഹനം ഇല്ലാത്തൊരു കുടുംബം തന്നെ. വരണ്ട് വരണ്ട് അവർ കൊണ്ടുവരണുണ്ട്. ഓ സമാധാനമായി. അതെ, ഇനിയിപ്പോൾ ക്ലീറ്റൊക്കെ അറിയാം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ഈ വെളിച്ചെണ്ണ കച്ചവടത്തിൽ ക്ലീറ്റോ ഒരു വമ്പൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കും. നോക്കിക്കോ. തള്ളല്ലേ തള്ളല്ലേ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യം തേങ്ങ ഇവിടെ എത്തട്ടെ, എന്നിട്ട് അത് പൊതിക്കട്ടെ, എന്നിട്ട് ഉണക്കട്ടെ, എന്നിട്ട് ആട്ടട്ടെ, എന്നിട്ട് വിൽക്കട്ടെ. കഷ്ടം.